ആരാണ് നല്ല ഡ്രൈവർമാർ? സ്ത്രീകളോ പുരുഷന്മാരോ? കണക്കുകൾ നിരത്തി മോട്ടോർ വാഹന വകുപ്പ്. ഡ്രൈവിംഗ് എന്നാൽ പുരുഷന്മാരുടെ മേഖലയാണെന്നായിരുന്നു സങ്കല്പം. എന്നാൽ ഇത് കേവലം സങ്കല്പം മാത്രമാണെന്ന് സ്ത്രീ സമൂഹം തന്നെ തെളിയിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് മാത്രം നിയന്ത്രിക്കാൻ സാധിക്കുന്നു എന്ന് പുരുഷന്മാർ മേനി പറഞ്ഞിരുന്ന എല്ലാ വാഹനങ്ങളും ഇന്ന് സ്ത്രീകളും ഓടിക്കുന്നുണ്ട്. അതിനുശേഷം ഉയർന്ന പ്രധാന വാദമാണ് മികച്ച ഡ്രൈവർമാർ പുരുഷന്മാരാണെന്നത്. എന്നാൽ ഈ വാദത്തിന്റെ മുനയും ഒടിച്ചിരിക്കുകയാണ് അഹമ്മദാബാദ് മോട്ടോർ വാഹന വകുപ്പ്. ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റുകളിൽ പുരുഷന്മാരെക്കാൾ ഭേദപ്പെട്ട പ്രകടനം നടത്തുന്നത് സ്ത്രീകളാണെന്നാണ് അഹമ്മദാബാദ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നടന്ന ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റുകളുടെ സർവേകളുടെ അടിസ്ഥാനത്തിലാണ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ഈ വിലയിരുത്തലിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും സാമ്പത്തിക വർഷത്തിലെ ഡാറ്റ വിവരങ്ങൾ അനുസരിച്ച് ആദ്യ ശ്രമത്തിൽ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പാസ്സാകുന്നവരുടെ എണ്ണത്തിൽ സ്ത്രീകളാണ് മുന്നിൽ. അതായത് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിലെ ആദ്യ ശ്രമത്തിൽ തന്നെ വിജയിക്കുന്ന സ്ത്രീകൾ 54%. അതേസമയം 53% പുരുഷന്മാർ മാത്രമാണ് ആദ്യ ശ്രമത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് പാസ്സാകുന്നത്. മറ്റ് ലൈസൻസ് ടെസ്റ്റുകളെക്കാൾ സങ്കീർണമാണെന്ന് പൊതുവെ അഭിപ്രായപ്പെടുന്ന കാർ ലൈസൻസ് ടെസ്റ്റുകളിൽ വിജയിക്കുന്നവരുടെ എണ്ണത്തിലും സ്ത്രീകൾ തന്നെയാണ് മുന്നിൽ. 2023-24 സാമ്പത്തിക വർഷത്തിലെ കണക്കനുസരിച്ച് 4 വീലർ ലൈസൻസ് നേടിയതിൽ പുരുഷന്മാരെക്കാൾ 11% അധികമാണ് സ്ത്രീകൾ. ഡ്രൈവിംഗിൽ സ്ത്രീകളുടെ ആത്മവിശ്വാസം ഉയരുന്നതിന്റെ സൂചനയാണിതെന്ന് വിലയിരുത്തലുകൾ. എന്നാൽ ഇരുചക്ര വാഹനങ്ങളുടെ ലൈസൻസ് ടെസ്റ്റിലേക്ക് വരുമ്പോൾ പുരുഷന്മാർക്കാണ് മേൽക്കൈ. 2 വീലർ ലൈസൻസ് ടെസ്റ്റിൽ 84% പുരുഷന്മാരും ആദ്യ ശ്രമത്തിൽ തന്നെ വിജയിക്കുമ്പോൾ 77% സ്ത്രീകൾ മാത്രമാണ് ആദ്യ ശ്രമത്തിൽ കടന്നുകൂടുന്നത്. 7% വ്യത്യാസം നിലനിൽക്കുമ്പോഴും 77% വിജയമെന്നത് വലിയ നേട്ടമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്.